ഇന്ന് രാവിലെ നേരത്തോടു കൂടി തന്നെ എണീറ്റോട്ടെ. അപ്പം ഇന്നൊരു പുതിയ തുടക്കം എന്ന് പറഞ്ഞ പോലെ നമ്മളെ വലിയച്ഛൻ്റെ വീടിൻ്റെ കട്ടില വെപ്പാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ നേരത്തെ എണീറ്റെങ്കിലും നമ്മൾ അമ്പാടി പുറകെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിന് നമ്മൾ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. പാറുക്കുട്ടിക്ക് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാറുക്കുട്ടിക്ക് മാത്രമാണ് എക്സാമുള്ള, അപ്പൂസിന് എക്സാം ഇല്ല. അപ്പോൾ പാറുക്കുട്ടീനെ ഒരുക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കട്ട്ലപ്പിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആണ് നമ്മളെ സമയം. പിന്നെ ചിക്കൻ കറിയുടെ കളർ കണ്ടായിരുന്നു വിചാരിക്കേണ്ട, കാരണം അവിടെ ടാർപ്പായ കെട്ടിയോണ്ടാണ് നമുക്ക് ആ കളർ അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട്, കാരണം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, കാരണം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏത് കാര്യത്തിനും കുറച്ച് വെയിൽ ഉള്ള പരിപാടികൾക്ക് സമയത്ത് വല്ല വെയിൽ ഉദിക്കുകയാണെങ്കിൽ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കൂല. പക്ഷെ നേരെ മറിച്ച് വല്ല മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തായാലും ഇതിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ ഇതാ അനിയത്തി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. പാർക്കുട്ടി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പാർക്കുട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കട്ടില വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ചേട്ടൻ്റെ ഉഡ്ബിയുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായിമാരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷമാണ് അമ്മായിമാരൊക്കെ വരുന്നത് കേട്ടോ, കാരണം കുറേ അയക്കണം അവരൊക്കെ വന്നിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളുടെ സമയത്താണല്ലോ ഓരോരുത്തർ വരിക, പിന്നെ ഓരോരുത്തർ സാഹചര്യങ്ങളല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു, പരിപാടിയെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ കട്ടില വെച്ചതിന് ശേഷമാണ് ദീപമൊക്കെ കൊളുത്തി അകത്തേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു. Yeah.